How to write chemical formula, tricks and techniques. So once again, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനൽ. So writing a chemical formula, what do you mean by a chemical formula? So chemical formula എന്ന് പറഞ്ഞാൽ, so actually this chemical formula of a compound is a symbolic representation of its composition. ഒരു കോമ്പൗണ്ടിനകത്തുള്ള കോമ്പോസിഷൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ് കെമിക്കൽ ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതിനകത്തുള്ള കോമ്പോസിഷൻ എന്താണ്? ഹൈഡ്രജനും ക്ലോറിനും. അപ്പോൾ അതിനകത്തുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? ഹൈഡ്രജനും ക്ലോറിനും. അപ്പോൾ അതിൻ്റെ കോമ്പോസിഷൻ എത്രമാത്രം ഉണ്ട്? അതായത് ഒരു ഹൈഡ്രജൻ ആറ്റവും ഒരു ക്ലോറിൻ ആറ്റവും. അപ്പോൾ അതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ് കെമിക്കൽ ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇൻ ഓർഡർ ടു റൈറ്റ് ദ കെമിക്കൽ ഫോർമുല വി നീഡ് ടു ലേൺ ദി സിംബൽസ് ആൻഡ് combining capacity of the element. We need to learn the symbols. Okay, you have to know about the symbols of each and every element which is present in our periodic table. Okay, there are 118 elements. Recently added 4 elements. Nihonium, okay, moscovium, then tennessine and oganesson. Adana latest ആയിട്ട് ആഡ് ചെയ്ത 4 എലമെന്റ്സ്. അങ്ങനെ ടോട്ടൽ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഇപ്പൊ 118 എലമെന്റ്സ് ഉണ്ട്. 118 എലമെന്റ്സ്, 118 എലമെന്റ്സ്. സോ ടോട്ടൽ നമ്മൾക്ക് ഇപ്പോൾ 118 എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, so now we can see what is this combining capacity. Actually, what is this combining capacity? Okay, so combining capacity is actually the valency itself. അപ്പോൾ വാലൻസിനെയാണ് നമ്മൾ കമ്പൈനിങ് കപ്പാസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So the valency, what do you mean by valency? The electrons present in the outermost shell. ഞാൻ വാലൻസി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് വാലൻസ് ഇലക്ട്രോൺ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, so the electrons present in the outermost shell of an atom are known as valence electron. For suppose ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുവാണ്. ഓക്കെ, so this is sodium. Okay, I am taking sodium. What is the atomic number of sodium? Atomic number of sodium is 11. So how can you write the electronic configuration? So electronic configuration can be represented as 2, 8, 1. So ഈ 2, 8, 1 നമ്മൾ എങ്ങനെ എഴുതുന്നത്? അതായത് സോഡിയം ആറ്റത്തിനകത്ത്, okay, this is the nucleus of sodium atom. So sodium ആറ്റത്തിനകത്ത് പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. സോ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. അതിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവിങ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ എടുക്കുകയാണ്. സോ ഇലക്ട്രോൺസ് ആർ റിവോൾവിങ്. സോ ഇവിടെ അക്കോർഡിംഗ് ടു ദിസ് ഇവിടെ 3 ഷെല്ലുണ്ട്. ആ 3 ഷെല്ലിനെ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ഓക്കെ, സോ 3 ഷെല്ല്. അതിനകത്ത് ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, only 2 electrons are possible to accommodate in the maximum possibility for accommodating electrons in the first shell, that is K shell, is 2. Okay, നിങ്ങൾ ഓൾറെഡി 9th പഠിച്ചിട്ടുണ്ട് ഇതെല്ലാം, 9ാം ക്ലാസ്സിൽ. ആൻഡ് സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആണ് അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി. സോ 1, 2, 3, 4, 5, 6, 7 and 8. Okay, so second shell 8 electron നമ്മൾ വെച്ചു. And the third shell, coming to the third shell, you can see here 1 electron. So what is this 1 electron? This 1 electron can be called as the valence electron. So ഈ 1 electronനെയാണ് നമ്മൾ valence electron എന്ന് പറയുന്നത്. അങ്ങനെ valence electron എന്ന് പറയാൻ കാരണം എന്താ? So this is the valence electron. What do you mean by valence electron? Valence electrons are the electrons which is present in the outermost shell. അപ്പോൾ outermost shellil present ആയിരിക്കുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് valence electron. Okay, so an outermost shell which had 8 electrons was said to possess an octet or fully filled outermost shell. അപ്പോൾ എപ്പോഴാണ് outermost shell fully filled ആവുന്നത്? ഈ 8 ഇലക്ട്രോൺ ആവുന്ന കേസിലാണ് outermost shell fully filled ആവുന്നത്. ഓക്കെ, സപ്പോസ് സോ നമുക്ക് എന്ത് പറയാം? ഇപ്പം ഇതിൻ്റെ കേസിൽ ഫുള്ളി ഫിൽഡ് ഇലക്ട്രോൺ ആണെന്ന് പറയുന്നത് ഇപ്പം എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഓക്കെ, നമ്മൾ outermost shell അങ്ങ് റിമൂവ് ചെയ്തു. നമ്മളിപ്പോൾ സോഡിയത്തിൻ്റെ കേസല്ല പറയുന്നത്, വേറൊരു ഇലക്ട്രോണിൻ്റെ കേസാണ്. ഇവിടെ യു ക്യാൻ സി outermost ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്, ഉള്ളിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. സോ 8 + 2, this is the electronic, so this is the atom of neon. This is neon atom. Okay, neon atom ആണിത്. ഓക്കെ, സോ ഇതിന്റെ outermost ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്.
അപ്പോൾ 8 ഇലക്ട്രോൺ ഉള്ള ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഫുള്ളി ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ്. സോ ഈ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർ ഇൻ ഓർഡർ ടു അറ്റൈൻ ദിസ് ഒക്ടറ്റ് കോൺഫിഗറേഷൻ, ഈ ഒക്ടറ്റ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ എലമെന്റ്സും എന്തിന് കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ചെയ്ത് അവർ ഓരോരോ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ. So atoms would thus react so as to achieve an octet in the outermost shell. This was done by either sharing, gaining or losing electron. Gaining or losing electron creates ions. Okay. Gaining or losing electrons create ions. Sharing ആണെങ്കിൽ ions create ചെയ്യത്തില്ല. So gaining ആണെങ്കിൽ നമുക്കറിയാം they attain a negative charge. You can call it as anions. Okay. Anions. Okay, losing anangi they attains a positive charge, can be called as cations. Okay, can be called as cations. Okay, and the number of electrons gained, lost or shared so as to make the octet electron in the outermost shell give us directly the combining capacity that is called valency. appa etra electron gain cheyidu allengil nashtapettu allengil share cheyidu, that will gives the combining capacity that is called valency. Okay, so valency എന്ന് പറയുമ്പോൾ എന്താ, ഫോർ എക്സാമ്പിൾ നമ്മുടെ സോഡിയം ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യാണ്. സോ എന്നെ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യാണ്, കമ്പൈൻ ചെയ്യാൻ പോവാണ്. സോ വാട്ട് വിൽ ഇറ്റ് ഹാപ്പൻസ്, ക്ലോറിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ക്ലോറിൻ, വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ, 17 ആണ് ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ. സോ 287 നമുക്ക് എഴുതാം. സോ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. ഒരു ഇലക്ട്രോണും കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ octet configuration complete ആകും. അപ്പോൾ ഒരു ഇലക്ട്രോൺ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും, ഇറ്റ് വിൽ ഗെയിൻ 1 ഇലക്ട്രോൺ. ഓക്കെ, ഫ്രം എവിടെ നിന്ന്, സോഡിയത്തിൻ്റെ ഔട്ടർമോസ്റ്റിലുള്ള ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ക്ലോറിൻ വാങ്ങിക്കും. അങ്ങനെ സോഡിയത്തിന് ഒരു പോസിറ്റീവ് ചാർജും കിട്ടും, ക്ലോറിന് ഒരു നെഗറ്റീവ് ചാർജും കിട്ടും. ഓക്കെ, ദിസ് ദേ ഫോം sodium chloride. This is our common salt NaCl. അങ്ങനെ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. എന്തിനാ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്, ഇൻ ഓർഡർ ടു അറ്റൈൻ ദ ഒക്ടേറ്റ് കോൺഫിഗറേഷൻ. ഇപ്പോൾ നോക്കിയാൽ സോഡിയത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്, ക്ലോറിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്രയുണ്ട്, 8 ഇലക്ട്രോൺ ഉണ്ട്. സോ ഇൻ ഓർഡർ ടു അറ്റൈൻ ദിസ് ഒക്ടേറ്റ് കോൺഫിഗറേഷൻ, അതിനാണ് അവർ കെമിക്കൽ reaction takes place in chemical reaction takes place in. Okay, so the number of electrons gained, lost or shared so as to make the octet electrons in the outermost shell gives us directly the combining capacity. അപ്പോൾ ഇതിൻ്റെ വാലൻസി എന്താ, വാലൻസി ഓഫ് സോഡിയം എന്താണ്, വാലൻസി ഒരു ഇലക്ട്രോൺ ആണ് സോഡിയം നഷ്ടപ്പെടുത്തിയത്. സോ വാലൻസി ഓഫ് സോഡിയം ഈസ് 1 ആൻഡ് ഒരു ഇലക്ട്രോൺ ആണ് ക്ലോറിൻ വാങ്ങിയത്. സോ വാലൻസി ഓഫ് ക്ലോറിൻ ഈസ് 1. ക്ലിയർ? So that is the combining capacity actually. Okay, so let's see, this is the electronic configuration. Okay, you can see here hydrogen കാണാം ഇവിടെ അല്ലേ, ഹൈഡ്രജൻ മുതൽ ആർഗൺ വരെയുള്ള ആദ്യത്തെ 18 എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് അറേഞ്ച്മെന്റ് ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, ഹൈഡ്രജൻ at atomic number of hydrogen is 1, ഒരു ഇലക്ട്രോണേ ഉള്ളൂ. സോ ആ ഒരു ഇലക്ട്രോൺ ഒരു ഷെല്ലിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇവിടെ അറ്റോമിക് നമ്പർ is 2, സോ 2 ഇലക്ട്രോൺ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇവിടെ ലിഥിയം 3, ബെറിലിയം 4, ബോറോൺ 5, കാർബൺ 6, നൈട്രജൻ 7, oxygen 8, fluorine 9, neon 10, sodium 11, magnesium 12, aluminum 13, silicon 14, phosphorus 15, sulfur 16, chlorine 17 and argon 18. Okay, അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ കാണാൻ പറ്റും. Okay, now I am changing my color of the pen, okay, to this green color. Okay, so green color ആണ് ഇതിന്റെ valency പറയാൻ പറ്റുന്നത്. Okay, valency is represented by using this green color. Okay, so നമ്മളിപ്പോൾ valency നെ കുറിച്ച് പറയാൻ പോകും, that means combining capacity. So ഹീലിയത്തിന്റെ കേസ് വിട്ടേരെ. Okay, this outermost ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്, ഹീലിയം നമ്മൾ വിട്ടേക്കുവാണ്. Okay, ഹൈഡ്രജന് ഒരു ഇലക്ട്രോണും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നോബിൾ ഗ്യാസ് അതായത് ഹീലിയം എത്തും. സോ വാലൻസി ഓഫ് ഹൈഡ്രജൻ ഈസ് 1. Valency of hydrogen is 1. Okay, next noble gas-ന്റെ കോൺഫിഗറേഷനിൽ എത്തണം. Okay, so coming to the lithium, ലിഥിയത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇപ്പോൾ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഈ ഇലക്ട്രോണിനെ കളഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഈ ഇലക്ട്രോണിനെ വേറെ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ലിഥിയം എന്താവും, ലിഥിയം പ്ലസ് സ്റ്റേറ്റ് ആകും. ഓക്കെ, Li പ്ലസ്, ഒരു ഇലക്ട്രോൺ അല്ലേ കൊടുത്തത്, സോ Li പ്ലസ് ആവും. അപ്പോൾ അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആവും, ഹീലിയത്തിനോട് ഈക്വൽ ആവും. ഓക്കെ, സോ വാട്ട് വിൽ ബി ദി വാലൻസി ഓഫ് ലിഥിയം, വാലൻസി ഓഫ് ലിഥിയം ഈസ് 1 and valency of hydrogen is also 1.
Coming to beryllium, berylliumത്തിന്റെ outermost ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. So valence electrons, number of valence electron is 2. And valency, which means ഇതിലെ 2 ഇലക്ട്രോണെ കളഞ്ഞു കഴിഞ്ഞാൽ, അതായത് outermost ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആക്കണം. That is called combining capacity, അല്ലേ? So ഇവിടെ 6 ഇലക്ട്രോണെ കൂട്ടിച്ചേർക്കുന്നതാണോ 2 ഇലക്ട്രോണെ കളയുന്നതാണോ എളുപ്പം? Of course, 2 ഇലക്ട്രോണിനെ നമ്മൾ വിട്ടുകൊടുക്കുന്നതാണ് എളുപ്പം. So the valency of beryllium is 2. Similarly, valency of boron is 3 and carbon is 4. Okay. And coming to nitrogen, nitrogen outermost shell നോക്ക് 1, 2, 3, 4, 5 5 ഇലക്ട്രോൺ ഉണ്ട്. ഈ 5 ഇലക്ട്രോണിനെ വിട്ട് കൊടുക്കുന്നതാണോ എളുപ്പം അതോ 3 ഇലക്ട്രോണിനെ വാങ്ങിക്കുന്നതാണോ എളുപ്പം? In order to complete the octet configuration, of course 3 ഇലക്ട്രോണിനെ വാങ്ങിക്കുന്നതാണ് നല്ലത്. So the combining capacity will be 3. Okay. Similarly, the combining capacity of oxygen is 2. Outermost ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1, 2, 3, 4, 5, 6. 6 വിട്ടു കൊടുക്കുന്നതാണോ 2 വാങ്ങിക്കുന്നതാണോ എളുപ്പം? 2 വാങ്ങിക്കുന്നത്. So the combining capacity is 2 electron. Okay. And fluorine, it is outermost ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ 1 വാങ്ങിക്കുന്നതാണ് എളുപ്പം. So it is 1. Neon, it is octet configuration. Already octet configuration attain ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് എന്ന് വിളിക്കുന്നത്. ഇവർ കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യത്തില്ല. കാരണം എന്താ, ഓൾറെഡി അവരുടെ outermost ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ. കമ്മിങ് ടു സോഡിയം, സോഡിയത്തിൻ്റെ outermost ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. സോ ദ വാലൻസി ഈസ് 1. അതിനെ വിട്ടുകൊടുത്താൽ 8 ഇലക്ട്രോൺ ആവും. ഓക്കെ. ആർഗന്റെ നിയോന്റെ അതേ രീതിയിലേക്ക് എത്തും. ആൻഡ് മഗ്നീഷ്യം 2, അലൂമിനിയം 3, സിലിക്കൺ 4 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ, ഇപ്പം 4 വിട്ടു കൊടുത്തു. ഇനി 5 വിട്ടു കൊടുക്കുന്നതാണോ എളുപ്പം 3 വാങ്ങിക്കുന്നതാണോ എളുപ്പം? 3 വാങ്ങിക്കുന്നത്. സോ 3, this is 2, this is 1, and again argon is inert. So അതിന് 1 ഇലക്ട്രോണിനെ വാങ്ങിക്കേണ്ട കാര്യമില്ല. സോ വാലൻസ് ഇലക്ട്രോൺ, ഡിഫറൻസ് ബിറ്റ്വീൻ വാലൻസ് ഇലക്ട്രോൺ ആൻഡ് വാലൻസി ക്ലിയർ ആയ? വാലൻസ് ഇലക്ട്രോൺസ് മീൻസ് number of electrons present in the outermost shell, and valency, what do you mean by valency? Valency is the combining capacity. Okay, valency is the combining capacity and valence electrons is the number of electrons present in the outermost shell. So clear ആയെന്ന് വിചാരിക്കുന്നു. Okay. ഓക്കെ. സോ ഇനി ഒരു കാര്യം കൂടി ഇവിടെ പറയട്ടെ. സോ ദിസ് ഈസ് 1 ഇലക്ട്രോണിനെ വിട്ടു കൊടുത്തപ്പോൾ ബെല്ലയ്ക്ക് എന്ത് ചാർജ് കിട്ടി? ലിഥിയത്തിന് പ്ലസ് ചാർജ് കിട്ടി. സോ ബെറിലിയം 2 ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കുമ്പോൾ ബെറിലിയത്തിന്റെ ചാർജ് എന്ത് വരും? അഗൈൻ ഐ എം ചേഞ്ചിങ് മൈ കളർ ഓഫ് ദി പെൻ. ബെറിലിയം 2+. അഗൈൻ ബോറോൺ വിട്ടു കൊടുക്കുന്നത് 3 ഇലക്ട്രോണിനെയാ. സോ ബോറോൺ 3+. കാർബൺ ഓക്കെ അവിടെ നിൽക്കട്ടെ. സോ കമ്മിങ് ടു ദിസ് നൈട്രജൻ, നൈട്രജൻ 3 വാങ്ങിക്കുകയാണ്. സോ N3-. ഓക്കെ. 3 വാങ്ങിക്കുമ്പം ഇവിടെ ഇലക്ട്രോണിന്റെ ചാർജ് ആണ് കൂടുതൽ കമ്പയർഡ് ടു പ്രോട്ടോൺ ചാർജ്. ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? നെഗറ്റീവ്. സോ ദാറ്റ്സ് വൈ ഇവിടെ നമ്മൾ നെഗറ്റീവ് ആഡ് ചെയ്യുന്നു. ഓക്കെ. ഓക്സിജൻ 2-, ഫ്ലൂറിൻ -. ഓക്കെ. 1 ഇലക്ട്രോണല്ലേ വാങ്ങിക്കുന്നുള്ളൂ. കമ്മിങ് ടു ദിസ് സോഡിയം, സിമ്പലും കൂടെ നോക്കിക്കോണം കേട്ടോ, പഠിച്ചോണം. സോഡിയം 1 ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുക്കുന്നത്. സോ പ്ലസ് ചാർജ്. മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. സോ 2+. അലുമിനിയം 3 ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കുന്നു. സോ Al3+. സിലിക്കൺ അവിടെ നിൽക്കട്ടെ. ഫോസ്ഫറസ് നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ 4 നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം കൊടുക്കുകയും ചെയ്യാം. എങ്ങനെ ചെയ്താലും ഇവിടെ വരും. ഓക്കെ. ഒക്ടറ്റ് വരും. ഓക്കെ. ദാറ്റ്സ് വൈ ഇവിടെ ഫോസ്ഫറസിന്റെ കേസിൽ ഫോസ്ഫറസ് 3 വാങ്ങിക്കുകയോ ചെയ്തത്. 3-. സൾഫർ 2-, ക്ലോറിൻ -. Again argon, it is 0. Okay. So this is the case that we need to understand before going to write the chemical symbol. Okay, symbol of a chemical compound. Okay, or writing the chemical formula. appo idu ellarkum manasilayenu vicharikkunnu. Okay, so let's see, there are some rules that you have to follow while writing the chemical formula. Chemical formula എഴുതുമ്പോൾ നമുക്ക് ചില rules ഇവിടെ follow ചെയ്യണം. So what are the rules? Let's see. The valencies or charges on the ion must balance. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ് Na+ and Cl- combines to give NaCl. ഓക്കെ. ഈ ഒരെണ്ണം എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 1+ ഉണ്ട്, ഒരു 1- ഉണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ അതായത് 1 + 1, 1 + -1, you will get 0. That means ന്യൂട്രൽ ആയിരിക്കണം അല്ലെങ്കിൽ
neutral ആയിരിക്കണം. That means അത് അപ്പം മാത്രമേ അത് ബാലൻസ് ആവത്തുള്ളൂ. Okay, so the balances or charges on the ion must be balanced. Clear? ഇനി നെക്സ്റ്റ് പറയുന്നത് when a compound consists of a metal and a non-metal, the name or symbol of the metal is written first. For example, ഞാൻ വേറൊരു പെന്നിന്റെ കളർ എടുക്കുവാണ്, കാൽസ്യം കാർബണേറ്റ് CaCO3. Okay, so when a compound consists of a metal and a non-metal, so here you can see here calcium is the metal. Okay, calcium എന്താണ് ഇവിടുത്തെ മെറ്റൽ ആണ്. Carbonate, okay, it is a polyatomic ion. Okay, അതോടെ നിൽക്കട്ടെ. For example, another example എടുക്കാം, HCl. Okay, ഇത് രണ്ടും ഗ്യാസ് ആണ്. ഓക്കെ, അനദർ വൺ എക്സാമ്പിൾ എടുക്കാം. അതായത് മെറ്റലും നോൺ മെറ്റലും എടുക്കുവാണെങ്കിൽ ഓക്കെ ഒരു കോമ്പൗണ്ട്, ഇപ്പോൾ ഫോർ അലുമിനിയം സൾഫേറ്റ്, അലുമിനിയം ഉണ്ട്, സൾഫേറ്റ് അയോണും ഉണ്ട്. സോ Al2SO4, SO4 thrice, that will be the chemical formula of aluminum sulfate. അവിടെ നിങ്ങൾക്ക് അറിയാം അലുമിനിയം മെറ്റൽ ആണ്, സൾഫേറ്റ് ഒരു പോളിയാറ്റോമിക് അനയോൺ ആണ്. ഓക്കെ, വാട്ട് എവർ ബി, കോമ്പൗണ്ട് എഴുതുമ്പോൾ what you have to, that the rule should be a metal and a non-metal containing compound ആണെങ്കിൽ the name or symbol of the metal should write first. കാൽസ്യം കാർബണേറ്റിന്റെ കേസിൽ കാൽസ്യം ആണ് മെറ്റൽ, അലുമിനിയം സൾഫേറ്റിന്റെ കേസിൽ അലുമിനിയം ആണ് മെറ്റൽ. സോ ദ മെറ്റൽ ഷുഡ് റൈറ്റ് ഫസ്റ്റ്. ഓക്കെ, coming to the third rule. Okay, this is third rule, this is second rule, and this is the first rule. Okay, the third rule, in compounds formed with polyatomic ions, that is what I represented here, that is CO3 2 minus is a polyatomic ion, SO4 2 minus is a sulfate ion. Okay, this is a polyatomic ion. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ OH മൈനസ്, ദിസ് ഈസ് അനദർ വൺ പോളിയാറ്റോമിക് അയോൺ. ഓക്കെ, ഇങ്ങനെ വരുന്ന കേസിൽ ദ അയോൺ ഈസ് എൻക്ലോസ്ഡ് ഇൻ എ ബ്രാക്കറ്റ് ബിഫോർ റൈറ്റിംഗ് ദി നമ്പർ ടു ഇൻഡിക്കേറ്റ് ദ റേഷ്യോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈക്ക് ദിസ് കണ്ടോ, ഇതുപോലെ എൻക്ലോസ്ഡ് ഇൻ എ ബ്രാക്കറ്റ്, ഒരു ബ്രാക്കറ്റിൽ നമ്മൾ എൻക്ലോസ് ചെയ്തിരിക്കണം. Okay, so these are the three rules that we need to keep in mind while we are writing a chemical formula. Okay, so coming to this next. These are some of the symbols and ions. Okay, so ഇതാണ് കുറച്ച് സിംബൽസും അയോൺസും ആണ്. സോഡിയം അയൺ, ഓക്കെ, Na+ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പൊട്ടാസ്യം K+, സിൽവർ Ag+, കോപ്പർ 1. ഈ റോമൻ ലെറ്ററിൽ തന്നിരിക്കുന്നത് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇവിടെ ഒരു ഇലക്ട്രോണേ പോയിട്ടുള്ളൂ, സോ Cu+. കമ്മിങ് ടു ദിസ്, ഇവിടെ 2 പറഞ്ഞിരിക്കുന്നു, വിച്ച് മീൻസ് 2 ഇലക്ട്രോൺ പോയിട്ടുണ്ട്. മഗ്നീഷ്യം 2+, കാൽസ്യം 2+, സിങ്ക് 2+, Fe2+. ഇവിടെ Fe അവിടെ റോമൻ നമ്പറിൽ 2 തന്നിട്ടുണ്ട്, വിച്ച് മീൻസ് 2 ഇലക്ട്രോൺ ഇവിടുന്ന് ലൂസ് ആയിട്ടുണ്ട്. അലുമിനിയം 3+, അയൺ 3+. ഓക്കെ, അയൺ 3+, വിച്ച് മീൻസ് ഇവിടെ 3 ഇലക്ട്രോൺ. അപ്പോൾ ഇത് ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. ട്രാൻസിഷൻ എലമെന്റ്സിന് ഒന്നിൽ കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാൻ പറ്റും. ഓക്കെ, കമ്മിങ് ടു ദിസ് നോൺ മെറ്റാലിക് എലമെന്റ്സ്, ഹൈഡ്രോജൻ H+, ഹൈഡ്രൈഡ് എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോണിനെ വാങ്ങിക്കൂ. ഹൈഡ്രോജൻ ഒരെണ്ണത്തിന് കൊടുക്കാം, ഒരെണ്ണത്തിനെ വാങ്ങിക്കാം. ഓക്കെ, സോ ഒരെണ്ണത്തിനെ വാങ്ങിച്ചാൽ അതിന് ഹൈഡ്രൈഡ് എന്ന പേര്, ദിസ് ഇസ് നെഗറ്റീവ്. ആൻഡ് ഒരെണ്ണത്തിനെ കൊടുത്താൽ ഇറ്റ് ഈസ് ഓക്കെ ഹൈഡ്രോജൻ അയൺ. ക്ലോറൈഡ് ഒരെണ്ണത്തിനെ വാങ്ങിച്ചു, ബ്രോമൈഡ് ഒരെണ്ണത്തിനെ വാങ്ങിച്ചു, നെഗറ്റീവ് ചാർജ്. യു ക്യാൻ സീ ഹിയർ അയഡൈഡ്, ഓക്സൈഡ്, സൾഫൈഡ്, ഓക്കെ S2-, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു, ഓക്സൈഡ് 2-. നൈട്രൈഡ് വരുമ്പോൾ N3-. Okay, these are polyatomic ions that we are going to discuss now. Ammonium NH4+, ammonium, okay, NH4+. ഇത് ഒറ്റ യൂണിറ്റ്, ഒരു സിംഗിൾ എൻറ്റൈറ്റി ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഹൈഡ്രോക്സൈഡ് OH-, നൈട്രേറ്റ് NO3-, ഹൈഡ്രോജൻ കാർബണേറ്റ് HCO3-, കാർബണേറ്റ് CO3 2-, സൾഫൈറ്റ് ITE വരുവാണെങ്കിൽ SO3 2-, സൾഫേറ്റ് ATE വരുവാണെങ്കിൽ SO4 2-, phosphate PO4 3-. So just നിങ്ങൾ ഇതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക before you are going to write a chemical formula. Okay, this is very important. And coming to this, now you are going to write some of the formula of simple compounds. കുറച്ച് simple compounds ന്റെ formula നമ്മൾ എഴുതാൻ പഠിക്കാൻ പോവാണ്. Okay, so first of all, formula of hydrogen chloride. Hydrogen chloride നിങ്ങൾക്കറിയാം, ഹൈഡ്രോജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. So these two are the elements which is present in hydrogen chloride. അപ്പോൾ ഹൈഡ്രോജന്റെ അറ്റോമിക് നമ്പർ എന്താണ് 1, ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എന്താ 17. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ദിസ് ഇസ് വാലൻസ് ഇലക്ട്രോൺ ആദ്യം എഴുതാം, വാലൻസ് ഇലക്ട്രോൺ. ഓക്കെ, വാലൻസ് ഇലക്ട്രോൺ വരുമ്പം ഹൈഡ്രോജനിൽ 1, ക്ലോറിനിൽ 7 ആണ്. ഓക്കെ, സോ വാലൻസി വരുമ്പം
വാലൻസി ഹൈഡ്രജൻ്റെത് 1 തന്നെയാണ്. ക്ലോറിൻ്റെത് വരുമ്പം it needs one more electron to complete the octet configuration. So valency 1. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ജസ്റ്റ് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. HCl ഇവിടെ ഉണ്ട്, എച്ചിന് ഇങ്ങോട്ടും കൊടുത്തു, ക്ലോറിൻ ഇങ്ങോട്ടും കൊടുത്തു. ഓക്കെ, ജസ്റ്റ് നമ്മളത് ക്രോസ് ചെയ്തു. അപ്പോൾ യു വിൽ ഗെറ്റ് H1Cl1. H1Cl1 രണ്ടിൻ്റെയും നമ്പർ ഓഫ് ആറ്റംസ് സെയിം ആയതുകൊണ്ട് നമുക്ക് യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് HCl. So HCl will be the formula of hydrogen chloride. Similarly, H2O നോക്കാം. H2Oയ്ക്ക് അതൊക്കെയുണ്ട്, എച്ചും ഉണ്ട് ഓക്സിജനും ഉണ്ട്. സോ വാലൻസ് ഇലക്ട്രോൺസ് ആദ്യം നോക്കാം. എച്ചിൻ്റെ വാലൻസ് ഇലക്ട്രോൺ 1 ആണ്. ഓക്സിജൻ്റേത് അതിന് മുമ്പ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാനിവിടെ മേലിൽ എഴുതാം. ഓക്കെ, ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, സോ 8 ആണ് ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വിൽ ബി 2,6. സോ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. സോ now you going to see what is the valency. So valency ഡിസ്കസ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ്റെ വാലൻസി 1 ആണ്, ഓക്സിജൻ്റെ വാലൻസി എന്ന് പറയുന്നത് 2 വരും. ഓക്കെ, സോ നൗ യു ഗോയിങ് ടു ക്രോസ് ദിസ് 2. ഓക്കെ, ഇത് രണ്ടും കൂടെ നമ്മൾ ക്രോസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? എച്ചിൻ്റെ അടുത്ത്, ഓക്കെ വൺ കളർ ഐ വിൽ പ്രിഫർ. എച്ചിൻ്റെ അടുത്ത് യു വിൽ ഗെറ്റ് 2 ആൻഡ് ഓക്സിജൻ്റെ അടുത്ത് യു വിൽ ഗെറ്റ് 1. 1നെ നമ്മൾ സെപ്പറേറ്റ് റെപ്രസെൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സോ യു വിൽ ഗെറ്റ് ദി കെമിക്കൽ ഫോർമുല ആസ് H2O. Clear? Now moving to the another one example, that is calcium oxide. കാൽസ്യം ഓക്സൈഡിനകത്ത് കാൽസ്യവും ഉണ്ട്, ഓക്സൈഡിന് ഓക്സിജനും ഉണ്ട്. ഓക്കെ, കാൽസ്യം ഓക്സൈഡ്. സോ ഇതിൻ്റെ വാലൻസ് ഇലക്ട്രോൺ നമുക്ക് എഴുതാം. വാലൻസ് ഇലക്ട്രോൺ കാൽസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 20 ആണ്. സോ വാലൻസ് ഇലക്ട്രോൺ വരുമ്പം 2 വരും. വാലൻസ് ഇലക്ട്രോൺ വരും 18 എന്താ? ആർഗൺ. ആർഗണിൻ്റെ അറ്റോമിക് നമ്പർ എത്ര? 18. 18 വരുമ്പോൾ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ 2 ഇലക്ട്രോണും കൂടെ വരുമ്പോഴാണ് കാൽസ്യം വരുന്നത്. സോ കാൽസ്യത്തിൻ്റെത് 20 ആയതുകൊണ്ട് വാലൻസി എന്ത് വരും? 2. 18 + 2 വിൽ ഗീവ്സ് 20. ഓക്സിജൻ്റെ കാര്യം വരുമ്പോൾ അത് 2 ആണ്. ഓക്കെ, ഓക്സിജൻ 2- ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത് കാൽസ്യം 2+ ആണെന്ന് പറഞ്ഞു. ഓക്കെ, നൗ യു ഗോയിങ് ടു ഇൻ്റർചേഞ്ച് ദിസ് 2 ആൻഡ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് കാൽസ്യം 2 ഓക്സിജൻ 2. ഓക്കെ, ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും എഴുതേണ്ട കാര്യമില്ല. ആൻഡ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ്, രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ 2 ക്യാൻസൽസ് ഈച്ച് അതർ. എന്താ, നമ്മൾ റൂൾ 1 നോക്കുക. അപ്പോൾ എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് കാൽസ്യം ഓക്സൈഡ്. ദ ഫോർമുല ഓഫ് കാൽസ്യം ഓക്സൈഡ് ഈസ് CaO. ക്ലിയർ ആണോ? Okay, moving to the next, formula of magnesium chloride. Now we are going to write the formula of magnesium chloride. Magnesium chloride nathu endokeyunde? Mg um undu, Cl um undu. So electronic configuration parayumbom magnesiumthinte atomic number nu parayunnathu 12 ah. 12 ennu parayumbom neon varumbo endavum? Neon varumbo what is the atomic number of neon? 10. 10 ആവുമ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2,8 വരും. ഓക്കെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് നിയോൺ ഈസ് 2,8. 8 കഴിഞ്ഞ്, ഇപ്പോൾ 10 ആണ്, 8 കഴിഞ്ഞ് പിന്നെ 2 ഇലക്ട്രോണും കൂടി വരുമ്പോഴാണ് മഗ്നീഷ്യം വരുന്നത്. അപ്പോൾ അതിൻ്റെ വാലൻസി എന്ത് വരും? വാലൻസി വിൽ ബി 2. ഓക്കെ, 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുക, ദാറ്റ് മീൻസ് വാലൻസി. 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയാൽ മാത്രമേ നിയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ആ 2 ഇലക്ട്രോൺ ആണ് വാലൻസി എന്ന് പറയുന്നത്. കമ്മിങ് ടു ക്ലോറിൻ വരുമ്പോൾ ക്ലോറിൻ ഓൾറെഡി അറിയാം 17 ആണ്. 17 എന്ന് പറയുമ്പോൾ 2, 8, 7 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒരു ഇലക്ട്രോണും കൂടെ കിട്ടിയാൽ മാത്രമേ അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. സോ നൗ യു ഗോയിങ് ടു ക്രോസ് ദിസ് 2. അപ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് Mgയുടെ അടുത്ത് 1 വരും. ഓക്കെ, Mgയുടെ അടുത്ത് 1 വരും. ക്ലോറിൻ്റെ അടുത്ത് എന്ത് വരും? ക്ലോറിൻ, നമ്പർ ഓഫ് ക്ലോറിൻ ആറ്റംസ് വിൽ ബി 2. And you will get the chemical formula as MgCl2. Okay, this will be the chemical formula of magnesium chloride. Clear ano? Another one example, this is simple example, hydrogen sulfide aanid. Hydrogen sulfide nathu endokkendu? Hydrogen um undu, sulfur um undu. ഹൈഡ്രജൻ്റെ വാലൻസി എന്ന് പറയുന്നത് 1 ഇലക്ട്രോൺ ആണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഓക്കെ, കമ്മിങ് ടു സൾഫറിൻ്റെ വാലൻസ് ഇലക്ട്രോൺ വരുമ്പം അത് 2 ആണ്, നമ്മൾ അതും പറഞ്ഞു. ഓക്കെ, നൗ യു ഗോയിങ് ടു ഇൻ്റർചേഞ്ച് ദിസ് ആൻഡ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് എച്ച് എത്രയാണ്? 2 എച്ച് അറ്റം ഉണ്ട്, ഒരു സൾഫർ ആറ്റവും ഉണ്ട്. ആൻഡ് യു വിൽ ഗെറ്റ് ദി കെമിക്കൽ ഫോർമുല ആസ് H2S. Okay, so coming to carbon tetrachloride. Okay, so whatever it is, carbon um undu, chlorine um undu. Idinathu
കാർബണിന്റെ വാലൻസി നമ്മൾ പറഞ്ഞു 4, ക്ലോറിന്റെ വാലൻസി നമ്മൾ പറഞ്ഞു 1. Okay, now you're going to interchange this and you will get it as carbon ഒരെണ്ണം, carbon 1, chlorine 4, chlorine 4, and you can write it as CCl4. Clear? കുറച്ച് 3 എക്സാമ്പിളുകൾ പറയാം. കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഹൈഡ്രോക്സൈഡ് എന്താണെന്നൊക്കെ നോക്കണം, നേരത്തെ ടാബ്ലറ്റുകളും നോക്കണം കേട്ടോ, ഇഫ് യു ഹാവ് എനി ഡൗട്ട്. അപ്പോൾ കാൽസ്യം ഉണ്ട്, ഹൈഡ്രോക്സൈഡ് വിച്ച് മീൻസ് ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ടുള്ള ഒരു പോളിയാറ്റമിക് അയണാണ്. സോ കാൽസ്യത്തിന്റെ വാലൻസി നിങ്ങൾക്കറിയാം, ആർഗൺ കഴിഞ്ഞിട്ട് 2 ഇലക്ട്രോണും കൂടെ വരണം, 20 ആവണം എന്നുണ്ടെങ്കിൽ. സോ കാൽസ്യത്തിന്റെ വാലൻസി എന്ന് പറയുന്നത് 2. ഓക്സിജൻ ഹൈഡ്രോക്സൈഡിന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് 1, -1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് +2 ആണ്, 2 ഇലക്ട്രോൺ പോകണം, ഇവിടെ 1 ഇലക്ട്രോൺ വരണം. ഓക്കെ, നൗ യു ഗോയിങ് ടു ഇന്റർചേഞ്ച് ദിസ്. ആദ്യം മെറ്റൽ എഴുതുക, പിന്നെ നോൺ മെറ്റൽ അല്ലെ അത് എഴുതുക. സോ കാൽസ്യം ഈസ് ദ മെറ്റൽ ഹിയർ, നമ്മൾ അത് ആദ്യം എഴുതി. കാൽസ്യത്തിന് 1 ആറ്റമേ ഉള്ളൂ, ഓക്സിജൻ്റെ 2 ആറ്റം ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ 3rd റൂൾ അപ്ലൈ ചെയ്യും. അതായത് ഈ OH എന്ന് പറയുന്നത് പോളി ആറ്റമിക് ആനയൺ ആണ്. ഓക്കെ, സോ യു ഹാവ് ടു keep it in bracket. 2 atom of hydroxide ion ഉണ്ട്. ഓക്കെ, 2 unit of hydroxide ion ഉണ്ട്. So you can write it as CaOH twice, CaOH twice. Okay, so this will be the molecular formula. Coming to this sodium nitrate. Sodium nitrate nathu sodium undu. Nitrate endaanu nokkanenkil nere poi nokkanam, our tabular column. It is NO3 ennu parayuna polyatomic ion aanu. Sodium valency namakkariyam, it is 1, and nitrate -1 ആണ്, സോഡിയത്തിൻ്റെത് +1 ആണ്. ഓക്കെ, ഒരു ഇലക്ട്രോൺ പോയി കഴിയുമ്പോഴാണ് ഒക്ടേറ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, പ്ലസും മൈനസും കൂടെ എഴുതേണ്ട കാര്യമില്ല, ഞാൻ ചെറുതെ റെപ്രസെൻറ്റ് ചെയ്തേന്നുള്ളൂ. 2 കൂടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് Na. ഹൗ മെനി Na? 1 Na. ആൻഡ് NO3 എത്ര എണ്ണം ഉണ്ട്? 1 ഉണ്ട്. അപ്പോൾ ഈ NO3 ഒരെണ്ണം ഉള്ളതുകൊണ്ട് ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഫോർമുല വിൽ ബി NaNO3. Clear? And our last example is ammonium sulfate. Ammonium എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ ആ ടാബുലർ കോളം നോക്കുക. Ammonium is actually NH4. Okay, it is a polyatomic cation. And SO4, sulfate is SO4, it is a polyatomic anion. Okay, ഇതിന്റെ വാലൻസി എന്താണ്? ടാബുലർ കോളം, പ്ലീസ് റെഫർ ദ ടാബുലർ കോളം. NH4ൻ്റെത് +1 ആണ്, SO4ൻ്റെത് -2 ആണ്. Okay, valency എന്ന് പറയുന്നത്. Now you have to interchange this. Okay, at that time you will get NH4. The number of NH4 will be 2. രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് we need to keep it in the bracket. And SO4 എത്ര എണ്ണം ഉണ്ട്? 1 ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അതിനെ സെപ്പറേറ്റ് മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. So you will get NH4 twice SO4, ammonium sulfate. Okay, so ഇനി ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഇനി ഇതിനെക്കുറിച്ച് ഡൗട്ട് ഒന്നും ആർക്കും ഉണ്ടാവില്ല. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഗീവ് എ തംസ് അപ്പ്. ആൻഡ് ഇനിയും ഇതുപോലുള്ള വീഡിയോസിനായിട്ട് പ്ലീസ് subscribe my channel, and also click on the notification bell icon. Also share among your friends. Okay, so this is some of the questions. Okay, write down the formula of sodium oxide. Sodium എന്താണെന്ന് അറിയാം, oxide എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്. ഇപ്പം oxide means O, എന്നിട്ട് നിങ്ങൾ സെയിം അതിന്റെ ഫോർമുല കണ്ടുപിടിക്കണം. അലുമിനിയം ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ സോഡിയം ഉണ്ട്, ഓക്സിജനും ഉണ്ട്. ഇവിടെ അലുമിനിയം ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. ഇവിടെ സോഡിയം സൾഫൈഡ് എന്ന് പറയുമ്പോൾ Na ഉണ്ട്, സൾഫൈഡ് സൾഫർ ഉണ്ട്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ Mg ഉണ്ട്, OH ഉണ്ട്. So you need to find out the chemical formula. Okay. Similarly, ഇവിടെ chemical formula തന്നിട്ടുണ്ട്. You need to find out the names of this particular chemical formula. Chemical formula compounds in the names നിങ്ങൾ കണ്ടുപിടിക്കണം. Okay, I hope you will do it. Thank you all.